എന്റെ ഈശോയെ, സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലതും വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈൽ? വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ? അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിന് എങ്ങനെയുണ്ട് സാർ? ഇഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. ഈശോ. തനിക്ക് വേടോ ജമ്പുകാരൻ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ ഇങ്ങനെ? ഓടിവാ കൊത്തേ. ഇങ്ങനെ കേറില്ല. വട്ടോടിഞ്ഞു പോട്ടെ. ലെഫ്റ്റ്. ആ കേറ്റ്. തള്ളി കേറ്റ്. അയ്യോ വീണ്ടും ഉടക്കി. അയ്യോ പുറത്തേക്ക്. ഒടിഞ്ഞു പോട്ടെ. സാറേ ഇനി എന്താ ചെയ്യാ? എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. നിലത്ത് ചവിട്ടി ഊരാം. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ. ക്യാൻറ്റീനിൽ കോടാലുണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാൻമാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടി. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കുമ്പോഴാ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് പോലുമ്പ പിടിക്കല്ലാരും ഒരു നാറിക്ക്. നീ എന്താടാ എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച കാറ്റടിച്ചപ്പോ ഒരു സുഖം. സാർ കരയല്ലേ? കരയാതിരിക്കേ. ആ സ്ഥലത്തേക്ക് ഒന്നും കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ഇയാളെന്താ കൊറേ നേരമായിട്ട് റോസ് റോസ് വിളിച്ച് നടക്കണേ? മറ്റാണെന്നാ തോന്നണേ. റോസ് ഇത് കേസാ. റോസ് 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 കൊന്നത്തെങ്ങും പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഹൈറ്റൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് കൊള്ളന്മാരോ വരും. റോസ് റോസ് ഒന്നുമില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. നോ ടച്ച്. എക്സ്ക്യൂസ് മീ. യെസ്. റോസൊക്കെ ആ സൈഡിലാണല്ലോ. എന്താ റോസാപ്പൂവല്ലേ അന്വേഷിച്ചേ? അല്ല, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ നോക്കിയായിരുന്നു. നിങ്ങളാണോ എന്റെ ക്ലാസ്മേറ്റ് റോസ്? ക്ലാസ്മേറ്റിനെ കണ്ടറിഞ്ഞൂടെ? പുതിയ നമ്പർ ഇറക്കുക അല്ലേ? അല്ല, ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഈ ക്ലാസ്മേറ്റ്. വേഗം വിട്ടോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും. താങ്ക് യു. യു വെൽക്കം. റോസ് 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 സംശയം തോന്നരുതിട്ടോ നടത്തുമ്പോ. ശരിക്കും റോസ് ഡേ മറ്റാണോ? എന്താടാ പട്ടി? ഈശ്വര, മറിയാമ്മ. ചേച്ചിയുടെ അടുത്തേക്ക് പോവാല്ലേ? അന്ന് എനിക്കിങ്ങനെ മനസ്സിലായി കയ്യിൽ പോയിരിക്കുന്നുണ്ട് അറിഞ്ഞൂടെ? അതെ.
കുഴിയിലേക്ക് കഴിഞ്ഞിട്ട് അതിനെന്താ ഞാൻ വന്നൂട്ടാ. അയ്യോ പുതുസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ. കമോൺ. അവളല്ലാട്ടാ. ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഇറങ്ങണില്ലേ? ഒന്നിറങ്ങ്. ആനപ്പുറത്ത് കയറിയിരിക്കണം. ഒരു നിമിഷം ഞാൻ കടയിൽ നിന്ന് മാറിയെന്ന് മനഃപൂർവ്വ. എന്റെ കണ്ണ് തെറ്റിയ അച്ഛൻ തോന്നിവാസിയായി പോവെന്നറിയാൻ. ആരുടെയോ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ടാ രണ്ടുപേരുടെയും പുറകെ പാർക്ക് വരെ വരാൻ തോന്നിയത്. അവിടെ കിടക്ക. കൂട്ടരുത്. ആത്മാർത്ഥ കൂട്ടുകാരൻ അൺഡ്രോയർ വിട്ട് ലോക്കപ്പിൽ നിന്ന് ഇങ്ങനെ ഏത്തുടനെ കണ്ടിട്ടാണല്ലോ വരുന്നത്. ഇനി അവിടെ പോയി നിൽക്കണോ? ഒന്ന് തെറ്റിയ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. ആടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത വൈകുന്നേരത്തേക്ക് കോഴിയില്ല. ഇനി എന്തിനാ വേറെ കോഴി കൂട്ടി കിടക്കല്ലേ? വൈകിട്ട് വന്നിട്ട് പൊരിച്ചു തിന്നോളാം. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. മുത്തച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് പാൻറ് പീഡിച്ചിട്ട്. മുരുകക്കോലൊക്കെ ഈ പരുവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛൻ നിന്റെ മുതുകത്തല്ലിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യന് വേതാളം കൂടെ. എടാ, നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈയെങ്കി തൈ. തൈപ്പൂയ കാവരിയാട്ടം തൈ. I am Padlal. Your sweet name please. ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരോടെ പടക്കം പൊട്ടിച്ചത്? അവൻ ആ പെൺകുട്ടിയോട് എന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ, ഞാനല്ല. ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ മസാല ദോശ? മദാസല. മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? എടാ, നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വയസ്സിലോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചിലപ്പോ അതിന്റെ ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെയാ. എന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല, പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. കൈപ്പുണ്യം ഉണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ. വിഘ്നേശ്വര, ഇന്നാ പൂഞ്ഞിക്കര. കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ട കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ? എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ?
ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മച്ചാ വരും. അല്ല നേതാവ് എങ്ങോട്ടാ ഇത്ര തിരക്കിട്ടതല്ലേ? ആ സുന്ദരേശിനൊന്ന് ആ കുപ്പിക്കലന മണ്ണെണ്ണത്തിലെ കൊയ്ത്തു മോനെ, ഒരു നേരം തിരിടാൻ ഇത് മതി. സുന്ദര എന്താ നേതാവ്, ചർച്ച തുടങ്ങിയില്ലേ? തുടങ്ങി. ഞാൻ ഈ അരി മണ്ണെണ്ണും വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ വരാം, എന്നിട്ട് തീരുമാനം എടുക്കാവൂ. എന്ത് തീരുമാനം? വായ്പ തിരിച്ചെടുക്കാൻ വേണ്ടിയോന്ന്. എവിടെയാ നിന്റെ മുതലാളി? നേതാവിനെ അല്ല. അല്ലല്ലേ? മുതലാളിയെ കണ്ടാരും തൊഴിലാളിക്കില്ല. വെറുതെ ഇനി വിളിച്ചു വരുത്താൻ നേതാവ് പോ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. അരിക്കിട്ട വെള്ളം തളച്ചു മറിഞ്ഞ് അരി എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അരി കാണാനിട്ടേ ഇപ്പൊ ചോദ്യം നിർത്തിയിട്ടുണ്ടാവുമേ. ചെല്ല്. അരിയിലാണ്ട് തിരിച്ചെന്ന നേതാവിന് അടിയുറപ്പാ. എന്നിട്ടാണ് ഇവിടെ നിൽക്കണത്. അടിക്കാനിരിക്കുന്നവർക്ക് ബോറടിക്കുന്നതിന് മുമ്പ് വേൻ ചെല്ലെന്റെ നേതാവേ. താടിക്ക് നീ പിടിക്കുമ്പോ അതിന്ന് വീടി കത്തിക്കല്ലേ രമേശ? നീ താടിയും തടവി നിൽക്കാതെ കയറി നോക്കണം. റേഷൻ കടയിലേക്ക് ഒറ്റയ്ക്കോ? നീ പ്രകൃതിയുടെ വരദാനമല്ലേ? മൂക്കും വായും ഒക്കെ അടഞ്ഞു പോയ നിനക്ക് മാത്രമേ ഒരു റേഷൻ കടയിൽ കയറി നോക്കാൻ പറ്റൂ. കയറി നോക്കടാ. അത് സുന്ദരേശന്റെ ശബ്ദമാണല്ലോ. അല്ല, ഒരു പശു അറിഞ്ഞതായിട്ട് കയറരുത്, അകത്ത് ആളില്ല. സുന്ദരേശ, ഒന്ന് വേഗം മാറ്റു നേതാവേ, റേഷനരിയുടെ അടിയിലായിരിക്കുന്നത്. എനിക്കിനിയും ജീവിക്കണം, പെട്ടെന്നായിക്കോട്ടെ. എന്താ നോക്കണേ? എന്തോ കണ്ടുപിടിച്ച പോലെ. ഇവിടെ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അല്ല, ഞാൻ ചാക്കെണ്ണായിരുന്നു. ചാക്കിനകത്ത് കയറിയിരുന്നാണോ ചാക്കെണ്ണുന്നത്? ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞില്ലടാ. കള്ളം പറഞ്ഞോന്നല്ല, ഈ തെണ്ടികൾ അരി തണ്ടാൻ വന്നാൽ സുന്ദരേഷന് ഇവിടെ ഇല്ലാന്ന് പറയാൻ സുന്ദരേഷൻ തന്നെ പറഞ്ഞത്. വേഗാവട്ടെ, പുതിയ മസില എപ്പ ഉണ്ടായതാണാവോ? സുഖിപ്പിച്ചൊക്കെ തിരുമ്മിക്കൊള്ളൂ കേട്ടോ. ഭാഗ്യത്തിന് ആ ചാക്ക് നെറുകം തലയിൽ വീണില്ല. തലയിൽ വീഴാഞ്ഞതല്ല, ഇതിനകത്ത് പോകാൻ ബ്രെയിനൊന്നും ഇല്ലാത്തോണ്ട് ചാക്ക സ്വയം മാറിപ്പോയതാ. ഇല്ലേ വാസേട്ടാ? കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ലെങ്കിലും മോക്കതൊക്കെ മനസ്സിലായല്ലേ? എന്ത് മനസ്സിലായിന്ന്? ഒരു സപ്പോർട്ട് നോക്കിക്കഥ കീറോ. ഭർത്താവിന്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ഇല്ലാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയണത് ചില ഭാര്യമാർക്കൊരു ഫാഷനാ. അത് നീ പോയോ? തിരുമല വീണ്ടും തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞ പിന്നെ 18ാമത്തെ കുപ്പി ബാമായത്. ഇതൊന്നും ഞാൻ അയ്യോ എറിയരുത്, അത് ഇനി വേണം. അതുകൊണ്ട് തന്നെയാണോ കളഞ്ഞത്? റേഷൻ കടയിൽ പോകാതിരിക്കാൻ വേണ്ടി തീരുമാനമുള്ളതല്ല ബാമ. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. താൻ വരണ്ട, അവിടെ നിന്ന് കീറിയാ മതി. തലമണ്ടയില് അരിച്ചാക്ക് വീണ് പെട്ടിയിലാവാതെ വീട്ടിലെത്തിയതും പോരാ, തീരുമാനം സമ്മതിക്കില്ലെന്നൊക്കെ വെച്ചാ. അതേടാ, ഇനി നീ ആ റേഷൻ കടയും തലേ വീഴിക്കും, പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ. എന്റെ ഭഗവതി, ഇവന്റെ അച്ഛൻ റേഷൻ കട നടത്തിയിരുന്നപ്പോ അങ്ങനെ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ അവനെ കാണാതിരിക്കാനുള്ള കൊതിയാ. ഇനി എന്നാണാവോ ഇവൻ ജീവിക്കാൻ പഠിക്കുന്നത്? അതിന് ഞാൻ ഏത് ക്ലാസ്സിലാണാവോ പഠിക്കേണ്ടത്? കളിയാക്കണ്ട. ദേ, ഈ നിൽക്കുന്നവള് പൊറുതിയും മതിയാക്കി ഇട്ടിട്ട് പോകുമ്പം എന്റെ മോൻ പഠിച്ചോളൂ. നീ എന്നെ അങ്ങനെ ഇട്ടിട്ട് പോവോടി? ഏയ്, ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോവോ? പക്ഷെ വിട്ടിട്ട് പോവും. റേഷൻ കടയിലെ പുഴുത്തരിയുടെ മണവുമായി മന്ദമാരതൻ എനിക്ക് ചുറ്റും വട്ടം കറങ്ങുമ്പോൾ നിന്റെ മുടിയിഴകളിലെ തുളസിക്കതറിന്റെ പരിമളത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വരണത്. പൈങ്കിളി ഡയലോഗ് ഓടിക്കാതെ കടയിൽ പോവാൻ നോക്കി. അമ്മയുടെ വല്ലിക്കണ കേട്ടത് പോരായിരിക്കും. ഇതാ പിടി. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. ആ, ഞാൻ അത്ര റൊമാൻറ്റിക് ഒന്നും അല്ല. അയ്യോ, എന്റെ കണ്ണിൽ എന്തോ പോയി. അല്ല, ഈ കണ്ണിൽ എന്തോ പോയി. എന്താന്നറിയില്ല, പെട്ടെന്നാണ് പോയി. ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലേ? അതല്ല, ഇങ്ങനെ കാണിക്കേ. ഓ, ഇങ്ങനെ ഒരു കണ്ണിലെ കൃഷ്ണമണി വരെ തെറിച്ചു പോയില്ലേ? നീ പതുക്കൂത്. കുറച്ച് സൂചിപ്പിച്ച് നല്ല റൊമാൻറ്റിക് ആയിട്ട്. എന്താ? എന്ത് പറ്റി? കാലനല്ല, ഞാനാ എറിഞ്ഞെ. അവിടെ വന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിനക്ക് ഇതുവരെ കടയിൽ പോവാറായില്ലേ? കണ്ണില് കരട് പോയാ പിന്നെ എടുപ്പിക്കാതെ കടയിൽ പോവാൻ പറ്റോ? കരട്? നീ ഇപ്പൊ ഞങ്ങളുടെ കണ്ണിലെ കരടായിരിക്ക. നാട്ടിലാരും ഇതുവരെ പെണ്ണ് കെട്ടിട്ടില്ലല്ലോ. നിന്റെ ഒരുത്തന്റെ കല്യാണം കഴിഞ്ഞേ പിന്നെ
മനസമാധാനത്തോടെ കണ്ണും തുറന്ന് നടക്കാൻ പറ്റാണ്ടായി. അതേമേ, കഴിഞ്ഞ പലതവണ പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ. കേക്കണ്ടെങ്കി കേക്കണ്ട. പായും പൊളിച്ച് നോക്കി നിൽക്കാതെ പോടാ. ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യമില്ല. എന്താ ഈ വീട്ടിൽ ഇന്ത്യക്ക് എന്നാ സ്വാതന്ത്ര്യം കിട്ടുക? അതിനെന്നെ കുഴിയിലേക്ക് എടുക്കണം. പോ പോ. ഈ വീട്ടിലാരും ഇല്ലാവോ? ചെരുപ്പ് പോയി വരട്ടെ അമ്മേ. അല്ല വരട്ടെ അമ്മേ. നീ 12:30 ആകുമ്പോ റേഷൻ കടയിലേക്ക് ഒന്ന് വരണം. എന്തിനാ? എന്താണെന്ന്? അത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പറയാൻ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവൂലോ. അതൊക്കെ അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ? എന്നാലേ അതൊന്നും റേഷൻ കടയിൽ വെച്ച് പറയേണ്ട കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല. ഇനി ഉണ്ണുന്ന സമയത്തല്ലാണ്ട് നിന്നെ എവിടെയെങ്ങാണ് കണ്ട എന്റെ ഭാര്യയിട്ട് ഒളിച്ചോടിയാലോ? വേണ്ട, അവക്ക് ചീത്തപ്പേരാവും. ശബ്ദം കേക്കണ്ട, ചെരുപ്പ് ഊരിയേക്കാം. എന്തേ? അയ്യോ, എന്താന്ന്? എന്തോ എടുക്കാൻ മറന്നു. എന്ത്? അങ്ങനെ ഇന്നതൊന്നൊന്നുമില്ല. മറന്നത് എന്തായാലും ഇവിടെ തന്നെ കാണും. ആരും എടുത്തോണ്ട് പോവില്ല. പോയേ പോയേ. ആയിക്കോട്ടെ. സൈക്കിള് കക്ഷത്തിലിരിക്കട്ടെ, നടന്നു പോവാം. കർത്താവിന്റെ മണവാട്ടിയാവാനുള്ള നിങ്ങളെ സാത്താന്മാർ ചക്കര വാക്കുകൾ പറഞ്ഞ് മയക്കിയെടുത്ത് അവരുടെ മണവാട്ടിമാരാക്കും. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചവർ തടിതപ്പും. എങ്ങനെയാ മദർ സാത്താന്മാർ ഞങ്ങളെ നശിപ്പിക്കുന്നത്? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. പരീക്ഷണത്തിന്റെ 3 മാസം നീ തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആത്മീയതയോട് മനസ്സിൽ അല്പമെങ്കിലും എതിർപ്പുള്ളവർക്ക് ലൗകിക ജീവിതം തുടരാം. പക്ഷേ മഠത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ പുറത്തു വെച്ച് നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ മനസ്സുകൊണ്ടോ പിഴയ്ക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും പിഴച്ചു പോയാൽ ഉടനെ തന്നെ കോളേജിൽ ആവേലച്ചനെ കണ്ട് കുറ്റം ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്തിരിക്കണം. ചെയ്യാമേ? അപ്പൊ നീ പിഴയ്ക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അല്ല, അഥവാ അങ്ങനെ അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ രാത്രിയിൽ 101 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിരിക്കണം. മനസ്സിലായോ? സാത്താന്റെ സന്തതികള്. ഇടമല നോക്കാറ് ചെല്ലിന്. എന്റെ ഈശോയെ, വൃത്തികെട്ട പിശാചുക്കളുടെ നോട്ടത്തിൽ നിന്നും ഈ കുഞ്ഞാടുകളെ നീ രക്ഷിക്കണമേ. My dear students, I hope you will enjoy this class. Today we are going to study about the romantic heroes and heroines of Victorian period. എന്ന് വെച്ച് നിങ്ങളാരും റൊമാൻസിലേക്ക് വഴുതി വീഴരുത് മക്കളെ. നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിമാറാവേണ്ടവരാണ്. കർത്താവിനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ റൊമാൻസ്. Let us come to the subject. What is romance? Anybody can answer me? ரொமான்ஸ் காதல். ஓஹோ, அப்படியா? அதெனக்கு தெரியாதே. நான் கேட்டதுக்கு பதில் சொல்லு. What is romance? Romance is the ultrafine feeling of feelings. We just can't explain the meaning and feeling of love. Romance is the divine aroma of the heart. And romance is the heartbeat of men and women. Romance is the universe. Romance is the air. Romance is the earth. The blood. The flesh. Yeah. Stop it. But stop illa. It is the red wine of a girl's beautiful lip and sweet honey of her words. Oh, what a feeling. Yeah. Isn't it, Miss Anna? I love you, Anna. ഉഴുന്നുവട, പരിപ്പുവട, ബജി, ചാക്കോബാർ. What a nuisance. എന്താണോ ചന്തയാണോ? ഒരു ചന്ത ഇവിടെ ഉള്ളപ്പോ വേറൊരു ചന്ത എന്തിനാണ്? ലേഡീസ് ഓഫ് ദി ജെന്റിൽമാൻ ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ഫാദർ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഈ കോളേജിലെ ക്യാന്റീന്റെ കോൺട്രാക്ട് ഞങ്ങൾക്കാണ്. മറ്റൊരു കോളേജിലും കാണാത്ത പുതിയ രീതിയിലുള്ള സെർവിംഗ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ആരും ഭക്ഷണം തേടി ക്യാന്റീനിൽ വരണമെന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ സീറ്റുകളിൽ എത്തുന്നതാണ്. ഫാദറിന് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ സെർവ് ചെയ്തോട്ടെ. ക്ലാസ് റൂമിലാണോടോ കച്ചവടം? യെസ്, ദിസ് ഈസ് ക്ലാസ് ഡൈവറി. മസാല ദോശ, നെയ് റോസ്, ചിക്കൻ ഗുലാബി, ബനാന ഗോസറീസ്, ഹൽവ, മിരാണ്ട, പൂരി, മിൽക്ക് ഷേക്ക്, മനീഷ കൊയ്രാള, എവരിതിങ് ഓക്കേ. ഓ മൈ കൊറാള, ഛേ നോ. ഓ മൈ ജീസസ്, സേവ് മീ. സേമിയ ഐറ്റംസ് ഇപ്പൊ ഉണ്ടാവില്ല. ഓ, തന്റെ നെയ്ച്ചർ താനോടോ? നെയ്ച്ചോറ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. തൽക്കാലം ഫാദർ ഈ ഐസ്ക്രീം കഴിച്ച് മൃതിയടായി, സോറി തൃപ്തിയടായി. ഓ മൈ ഫാദർ. നോട്ട് മൈ ഫാദർ, യുവർ ഫാദർ. പ്ലീസ് ഈ ഐസ്ക്രീം കഴിക്കൂ ഫാദർ, പ്ലീസ്. വെറുതെ കിട്ടുന്നില്ലേ ഫാദർ, കഴിച്ചോളൂ.
വടി പിടിങ്ങ പോലെ നിൽക്കാണ്ട് കുട്ടികൾ ഓർഡർ എടുക്കും. ആർക്ക് ചോറ്, ആർക്ക് നെയ്ച്ചോറ്, ആർക്ക് ബിരിയാണി, ആർക്ക് ബിയർ, ബീഡി സദ്യർ. അവന്മാരുടെ ധിക്കാരം കണ്ടില്ലേ? ക്ലാസ് റൂമിൽ കയറിയ കച്ചവടം നടത്തുന്നത് അടി കൊടുക്കേണ്ടതാ. ക്യാൻറ്റീൻ നടത്തുന്നവരാണെന്ന് കണ്ടാ പറയില്ല. എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. അന്നയോട് അയാൾ എന്താ പറഞ്ഞ? ഐ ലവ് യു ഞാൻ കേട്ടു. അന്നേനി സൂക്ഷിക്കണം, അല്ലെ മെഴ്സി ക്യാൻറ്റീനിലൊന്നും പോകണ്ട. ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഏയ് അതൊന്നും ഇപ്പൊ വേണ്ട. കംപ്ലൈന്റ് ചെയ്താൽ അവർക്ക് വാശി കൂടും. നമ്മളൊക്കെ കന്യാസ്ത്രീകളാകാൻ വന്നവരാണെന്ന് അറിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോവും. എന്റെ ഈശോയെ, ഞാൻ എന്നായി കേൾക്കുന്നേ? ഇവനൊക്കെ പഞ്ചാര അടിക്കാൻ മഠത്തിലെ പെമ്പിളരെ കിട്ടിയുള്ളൂ. മദർ നേരിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. അവൻ അങ്ങനെ വിടാൻ പാടില്ല. ചാൾസ് ഒനാസിസ് ജൂനിയർ എന്നാ അയാളുടെ പേര്. എന്നാ വാങ്ങാത്തതാണെങ്കിൽ ആയിക്കോട്ടെ. ഇതൊക്കെ ഒരുതരം മായകളാ മക്കളെ. ജൂനിയർ ഇങ്ങനാണെങ്കിൽ അവന്റെ തന്ത സീനിയർ എന്തായിരിക്കും സാധനം? എന്റെ ഈശോയെ, എന്റെ കുഞ്ഞാടികളെ നീ കാത്തോണേ. അന്നയുടെ പുറകെ അയാൾ ഇപ്പൊ കൂടിയിരിക്കുന്നത് കണ്ടിട്ട് വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു. പണക്കാരനായോണ്ടായിരിക്കും കോളേജ് ക്യാമ്പസിൽ ഉള്ളിവടയും ചായ നിൽക്കാൻ നടക്കുന്നത്. അയാളാണ് മദർ കോളേജ് ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാ തന്നത്. ആരെന്ത് ഫ്രീ ആയിട്ട് തന്നാലും നിങ്ങൾ വാങ്ങൂ? ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊരു തെരിയിൽ തരും. അന്നേരം കരഞ്ഞത് കൊണ്ടോ സൂയിസൈഡ് പോയിന്റ് പോയി ചാടി കൊണ്ടോ കാര്യമില്ല. ആ വിലച്ചില്ലായിരുന്നു അവിടെ. അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നം 2 ഐസ്ക്രീം കിട്ടിയപ്പോ അച്ഛനും അയാളുടെ പക്ഷത്തായി. എന്റെ ഗുരുത്തി മാതാവേ, എന്റെ തല പിടകുന്നു. എവിടെ നിങ്ങളുടെ ജപമാല? പോയി മുട്ടുകാലിൽ നിന്ന് ജപമാല ചൊല്ല്. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതെന്നും ആശയ കടക്കാനുള്ള കരുത്ത് തരണമെന്നും മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കും. ചെല്ല്. Who ordered Japan cutlet here, students? Nobody ordered? Silence, please. It's correct, father. But my boss Charles Onassis Junior എന്നോട് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് പ്ലീസ് എന്നല്ല, സർ പ്ലീസ് എന്നാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക, ആരെന്ത് തന്നാലും മേടിക്കുക. What do you want, father? ഉഗാണ്ടൻ ബോണ്ട, ഉട്ടോപ്പിയൻ ഉഴുന്നുവട, കാനഡ കട്ട്ലറ്റ് or ചൈനീസ് ചമ്മന്തി? Stupid. അത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തരാം, ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദേഴ്സ്, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ലവേഴ്സ്. ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് എനിക്കറിയാം. ഷൂ പറയാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടത്. ആദ്യം മാന്യമായി സെർവ് ചെയ്യാൻ പഠിക്കണം. Yes, sir. Keep it here. ഇതൊരു 5-star കോളേജാക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. പഠിത്ത കാര്യത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇതുപോലൊരു അടിയുടെ ശബ്ദം നേരത്തെ ഞാൻ കേട്ടിരുന്നു. ഫാദറിന്റെ കൈകൊണ്ട് കിട്ടുന്ന അടി അതൊരു മഹാഭാഗ്യമാണ്. എനിക്കത് കിട്ടില്ലെന്നോർത്ത് ഞാൻ ഖേദിക്കുന്നു. ഇവിടെ വാ പൊളിച്ചത് കണ്ട് അടുക്കളയിൽ ചെന്ന് വേസ്റ്റെല്ലാം തൂത്തെടുത്ത് ഫാദർ ഗബ്രിയലിന് ചിക്കൻ ഗുലാബി ഉണ്ടാക്കി കൊടുക്കണം. ചില്ലി കുറച്ച് വരെ ഫാദർ, ചില്ലി കുറച്ച്. ഇരിക്കുന്ന കുട്ടി ജപ്പാൻ കട്ട്ലേറ്റിന് ഓർഡർ ചെയ്തിരുന്നു. കർത്താവിന്റെ ദാസനായ ഞങ്ങളുടെ മനസ്സ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സെർവ് ചെയ്യാമായിരുന്നു. ഞാനിതൊക്കെ സെർവ് ചെയ്തോട്ടെ ഫാദർ ഗബ്രിയൽ അച്ചോ. എന്റെ ഹൃദയശ്വരിക്ക് വേണ്ടി ഈ ഉള്ളവന്റെ ലോല ഹൃദയം മൈദമാവിൽ മുക്കി പൊരിച്ചെടുത്ത കട്ട്ലേറ്റാ ഈ അനുരാഗ കട്ട്ലേറ്റ്. തീവ്രമായ എന്റെ പ്രേമത്തെ തിരസ്കരിക്കരുത്, എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത്. ഞാൻ കാട്ടുമാക്കാൻ നോക്കുന്നത്, ഞാൻ പോവാ. ഇതിനകത്തിരുന്ന് ഫാദർ വല്ലാണ്ട് കറുത്തു. വാട്ട്സ് ദി പ്രോബ്ലം? എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല. കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജ് ഗോതർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ചു കയറിയതാ അല്ല മാരിയോ? ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഹലോ, കവിനടുത്ത് ഉറങ്ങിയാണോ? എന്താ മുടി, തലമുടി, താടി, ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി, മുടി, താടി, മുടി, താടി, മുടി, താടി, മുടി. എവിടുന്ന് ഒരു മുദ്രാവാക്യം വിളി? അത് കടച്ചതാണെങ്കിൽ ഞാൻ കാറ്റ് തുറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്നു. അയ്യോ, താടി, മുടി, താടി, മുടി, അത് വേറെ എടോ, അത് മറുത്ത ചത്തു. താടി, മുടി, താടി, മുടി. എന്റെ ഈശ്വര, ഈ പണ്ടാറക്കണ്ണ് കൊണ്ടിടാൻ കണ്ട സ്ഥലം. ദൈവമേ, എന്റെ ഈശ്വര, പിടിക്കപ്പെട്ടു. കീഴടങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി?
തട്ടിപ്പോയോ ദൈവമേ വടിയ എന്ന് തോന്നണേ പോലീസുകാരൻ ചത്താനും കുഴപ്പമില്ല എന്റെ ജീവൻ കിട്ടിയില്ലോ വാങ്ങുമല്ലേ ഈശ്വര അയ്യോ കാണാൻ എന്റെ ഈശ്വര ദേവൻ അടുത്ത വേദാളം മിസ്റ്റർ നായർ വാതിൽ തുറക്കൂ. തുറക്കില്ല. ഇത് ഞാനാ ഗോദവർമ്മ. വാതിൽ തുറക്കൂ. ഏത് ഗോതമ്പ് വർമ്മയിലും ഞാൻ വാല് ഓർക്കില്ല. എനിക്ക് സുഖമില്ല. ഞാൻ ഗോദവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് ഓർക്കൂല. അയ്യോ വേഗം വാതിൽ തുറക്കൂ. അത്യാവശ്യമാ. മിസ്റ്റർ നായർ മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല. അയാൾക്ക് സുഖമില്ല എന്ന് സൂക്ഷിക്കണം. അയാൾക്ക് വട്ടേ ഇടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. സുന്ദരേശ കണ്ടവിടെ കേശവ ഒരാൾക്ക് വട്ടായി. എനിക്കല്ല വട്ട്. അയാൾ അകത്തോട്ട് വാതിൽ തുറക്കുന്നില്ല. ഒന്ന് മാറി എല്ലാവരും മാറി മാറി മാറി. ദൈവം ഇവിടെ കേറാനൊരു കുന്തമില്ലേ? ഒന്നും ഞാൻ കുമ്പത്തേക്കൂടോ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ. ഒന്ന് പിടിച്ചോ ഒന്ന് പിടിയോടോ പോയിട്ട് പിടിക്കോ നോക്കിക്കാതെ എന്ത് പറ്റി മിസ്റ്റർ നായർ? എടാ എന്റെ താടി മുടി ആ ഭ്രാന്തന് ഒടുക്കം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട് പ്രാർത്ഥനാ മുറിയിൽ ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാം. മിസ്റ്റർ നായർക്ക് സുഖമില്ല. എന്റെ അപ്പനെ സുഖമില്ലാത്ത അവന്റെ അപ്പന്റെ അസുഖം തന്നെയാണ് പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല. മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. ഏണി മാറ്റല്ലേ. മരുന്ന് മാറിക്കോ ഏണിയായിരിക്കോ കുമ്പിട്ടിക്കടോ നാട് കാല് നിക്കടോ. ഒന്ന് പിടിച്ചോ. എടോ ലോകിനായനെ എന്നാ മരുന്ന് പിടി. എന്തായി നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തിലാ. കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം. ഇന്ന് മുഴുവൻ അസുഖമെന്ന് പറയാം. എന്റെ ദൈവമേ. മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ വേണ്ട എല്ലാവരും പറഞ്ഞല്ലേ. ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ. ആ ഡോക്ടറെ കൊന്നു. എന്ത് ചെയ്യും? സാരമില്ല, നാളെ എല്ലാം ശരിയായിക്കോളും. എന്റെ മുറി ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. എല്ലാരും പിരിഞ്ഞു. ഈ വാതിന്റെ മുമ്പ് പോയി എല്ലാരും പോണം. സാർ ഇയാളെന്താ പോവാത്തത്? ഹലോ നിങ്ങൾ പോണം. പോടോ വട്ടെ. ആരാ ഇതിനകത്ത്? നിന്റെ അമ്മയുടെ നായര് ഓടപ്പില്ലേ. ഓ അച്ഛനാ, മൈ ഫാദർ. വേഗാവട്ടോ. എന്റെ ദൈവമേ, എന്നെ കാണാൻ ഒളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. 12B രാമകൃഷ്ണനും കുടുംബം ടൂർ പോയിരിക്കാം. കള്ളന്മാര് കയറാണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ SI പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കള്ളനാടി കയറുന്നത്? വെയിറ്റ് ചെയ്യണം സാർ. ഏയ് ഈ കാറ് പോരാതെ വരും. സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABTയുടെ പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. ടാക്സി സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. बेटी आज नहीं बेटी
മധുരം കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ മടി. ആണോ? മോനപ്പഞ്ച് ഇത് കറക്റ്റാ. കഥ പറ്റി. Oh, 12B. This is too much. സാറേ, എസ് ഐ സാറേ, ഈ പൊട്ടന് ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. ദൈവമേ, മിക്സി. ഈശ്വര, ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. ടിവി. ചേട്ടാ, ഇല്ല, ഇങ്ങ് വന്നേ. എന്താ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോഴ അവിടെ ആക്രാന്തം. കുഞ്ഞിനെ ഞാനിത് മറന്നു. മോനെ, എഴുന്നേക്കടാ. അയ്യോ, എന്റെ ലൈറ്റ്. ആ, വരിക. അവിടെ നിന്ന് നിങ്ങളുടെ പകുതി മീശ അവിടെ പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഴുവൻ അടിച്ച് താഴേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. ചാമ്പലാകാൻ പോകുന്ന എന്തിനാണ് കപ്പടാ മീശ? ബോംബ് പൊട്ടും, വേറെ സ്ഥലം കാലിയാക്കാം. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒന്ന് മാറില്ല. ഒന്ന് എടുക്കോ? പിന്നെന്താ? എന്റെ അല്ല, മുത്തശ്ശനെ. ഇതിനൊക്കെ ചത്തിട്ടെടുത്താ പോരെ. ഓടാ, ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ, എന്താ എല്ലാരും ഓടുന്നത്? ഫ്ലാറ്റിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ജീവൻ മുകളിലേക്ക് പോകും. ഐഡിയ. നമ്മുടെ പുളിസോ വെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും. ഓക്കേ. ഈശ്വര, പറയണ്ടായിരുന്ന ചോറ് ഉണ്ണു എടുത്തിട്ട് പോന്നു. എന്താണെന്ന് പറഞ്ഞ് ഇതെന്താ കൂട്ടം കേട്ടോ ആള് മത്സരം. സാറ് ഫാമിലി ആയിട്ട് ഓടി വന്നി. സാറേ, സമയമായി. ഇവിടെ വെച്ചിട്ടുണ്ടോ? പറഞ്ഞ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഇവിടെ അല്ല, സിറ്റി ഹോസ്പിറ്റലിൽ. ചവിട്ടോട്ട് ചിരിക്കുന്ന സാറിന്റെ വീഴ്ച കണ്ടിട്ട്. എന്റെ മീശയുടെ സൗന്ദര്യം നോക്കി നിൽക്കാണ്ട് താൻ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വേഗം ആശുപത്രിയോട്ട് ചെല്ലോ. ഞാൻ ബാക്കി പഠിച്ചിട്ട് മനുഷ്യനെ നാറ്റിക്കാനായിട്ട്. ഈ കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാ? ബോംബാറ്റം പൊട്ടിയാൽ ഞങ്ങളുടെ രണ്ടുപേരെ പണി പോകും. ബോംബ് പൊട്ടിയ നിങ്ങളുടെ മാത്രമല്ല, അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ പണിയും കഴിയും. എനിക്ക് പേടിയാവുന്നു. ഞാൻ മുങ്ങാൻ പോവേ. ഇത് ആയിരങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പട്ടിയായിട്ട്. നീ പട്ടിയായിട്ട് വന്ന കുറയ്ക്കാന്നല്ലാതെ മണത്ത് ബോംബ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതല്ല, അച്ഛന് പകരം ഈ പട്ടിയെ കൊണ്ട് ഞാൻ വരാന്ന്. അതിന് നീ പോലീസാണോ? അങ്ങനെ പറഞ്ഞാ അതിപ്പോ അല്ല, മാസ്കിന്റെ ഉള്ളിൽ കയറി എന്നെ ആരും തിരിച്ചറിയാനാ? എന്നാലും ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത് ആരായിരിക്കും? ബോംബ് ഏത് രൂപത്തിലാണാവോ ഇരിക്കുന്നത്? നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. ആ ഹെൽമെറ്റ് ഊരിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഹെൽമെറ്റ് വെക്കണ തല്ലുകൊള്ളാതിരിക്കാനാണല്ലേ? അച്ഛൻ്റെ എന്തിനാ വണ്ടി നിർത്തിയത്? ആശുപത്രി എത്തിയിടോ. ഏത് മുറിയിലായിരിക്കും ബോംബ് വെച്ചിരിക്കുക? മോർച്ചറിയിലായിരിക്കും. ഈശ്വര, നിരപരാധികളായ എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടായാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. എന്നാ നമുക്ക് എഴഞ്ഞു നീങ്ങാം. കലികാലം പട്ടി നടക്കണു, മനുഷ്യനഴകണു. ആ പോയത് മനുഷ്യ ബോംബാണോ? അവൾ അറിഞ്ഞാണ് ഇട്ടിട്ടുണ്ട്. അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചോ? ഏയ്, നമ്മൾ താഴെയിൽ കിടക്കുന്നത്. മേലോട്ട് നോക്കിയാ പോലെ. ഞാൻ കണ്ട് മുക്കാണ്. ഹായ്, ഹലോ, എന്നെ മനസ്സിലായ? അതെ, ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ. കുട്ടി വേഗം വീട്ടിൽ പൊക്കോ. ഓക്കെ, സീ യു.
ഞാൻ ചെറുപ്പത്തിൽ പോലും മുട്ടുകാലിൽ എറിഞ്ഞിട്ടില്ല. ബോംബ് ഈ മുറിയിലാന്ന് തോന്നുന്നു. ശബ്ദം കേട്ടില്ലേ? ബോംബ് ഈ മുറിയിലാണെന്ന് ഉറപ്പാണോ? എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാം. ചുമ്മാ ഇരി. ആരോ മുട്ടുന്നുണ്ട്. കാലനാണോ? അനുഗ്രഹിക്കൂ അപ്പൂപ്പേ. അല്ല അപ്പൂപ്പ. പേടിക്കണ്ട, ഇവിടെ ഒരു ടിക് 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 ശബ്ദം കേട്ടല്ലോ. ക്ലോക്കാ. ആരാ? എവിടുന്നാ? ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്. ആരോടും പറയരുത്. ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടാ? ഈ വണ്ടിക്കാരൻ കടുപോയി. ഈ വണ്ടിക്ക് തന്നെ പോവാ. ഈശ്വര, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ ബോംബ് വെച്ച ആരും? ഇവരൊന്നും അറിഞ്ഞില്ലാവോ? നാളെ ചവപ്പട്ടി കച്ചവടക്കാരൻ നല്ല കോളായിരിക്കും. എങ്ങോട്ടേ കാണാവോ? ആഴോട്ടാ. ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതെങ്ങോട്ടാ? മേപ്പോട്ടേക്കാ. എടോ, എനിക്ക് കൊണ്ട് താഴോട്ടാണോ? മേപ്പോട്ട് പോവാന്നേ. ഈശ്വര, ഇവിടെ മൊത്തം പൊട്ടി തരാൻ പോവാടോ. പൊട്ടി തകർന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമിച്ച് കാണാ. അയ്യോ, ഞങ്ങൾ ഡോക്ടറാ. ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മ ലീവ് കിട്ടിയത്. അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ദാ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. ഏട്ടാ, എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്ന് അറിയില്ല. നീ പിടിച്ചേ. ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ, ഇത് ജീൻസ് അല്ലേ? ഓ, ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി. ഇവളല്ല, അപ്പുറത്തെ. ആരാ? ഏയ്, നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ? ഏട്ടാ, നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ. നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും. നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപി ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ? അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി. എന്ന് ഇപ്പൊ തന്നെ കണ്ടിട്ട്. എന്താ ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ആ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. മതി. എന്താ കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണോ? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോ. വെറും കൈയോടെയാണോ പോന്നേ? ഞാനത് ഓർത്തില്ല.
അങ്ങർക്ക് സന്തോഷമായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ദേ, ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. ആ നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി. ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. വരൂ. ഒരു സാരിയാ. എനിക്കോ? അല്ല ഗോപിക്കാ. നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ. ഏയ് വീശു. നല്ല അസ്ഥല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ചാ. എടാ നീ എടുത്തോണ്ട് ചുമ്മാ ആളെ കെട്ടറിഞ്ഞൂടെ അടിക്കുന്നു. അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. ആ അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞത്. ആ ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല കെട്ടിച്ചില്ലേ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികളെ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ആ ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ചേ, എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയാ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹൈ നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. വലിയ വലിയ ആൾക്കാർ സംസാരിക്കും. അത്യാവശ്യ കാര്യം. ഇവന്റെ സ്കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ താങ്ങാലോ. പക്ഷെ എന്താണിത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാ ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്? എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ? മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. പെണ്ണെങ്ങനെയുണ്ട്? നിന്നെ പോലെ അല്ല, നല്ല അടക്കമൊതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അയ്യോ ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. എന്റെ അമ്മേ എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ല. ഞാൻ ആ മൈപ്പിനെ അമ്മേ ഇനി പിടിച്ച പിടിയലങ്ങ് കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ ഇനി നീ ഒന്നും പറയണ്ട, ഈ കല്യാണം ഞാൻ ഉടനെ നടത്താം. കൊള്ളിയാനെ 2 പഞ്ചർ. ആണിപ്പഞ്ചറോ സൂചി പഞ്ചറോ? ആണിപ്പഞ്ചറോ? അതെന്താ? എടാ ആണിപ്പഞ്ചർ എന്ന് പറഞ്ഞാൽ 100 മില്ലി, സൂചി പഞ്ചർ എന്ന് പറഞ്ഞാൽ 50 മില്ലി. ആഹാ, എന്നൊരു സൂചി ആണിന്താ? ഓഹോ. വേഗം വീശിട്ട് പോ. 2 ആണിപ്പഞ്ചർ. അയ്യോ ആണി കൊള്ളണ്ട. സൊല്യൂഷൻ വേണ്ടേ? ആ നാരങ്ങ മാങ്ങ രണ്ടും ഉണ്ട്. നാരങ്ങ മതി. ആ ചാൾസ് ചെറ്റ ഇതുവഴി എങ്ങാനും വന്നോ? ആര്? നമ്മുടെ പുതിയ കായകളെ കൊച്ചുണ്ണിയാ? ഇല്ലല്ലോ. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി? അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? എന്നെ പൂട്ടാനോ? അതിന് ഇത്തിക്കര പക്കി 2ാം ജന്മം ജനിക്കണം. ഈ കുടക്കനാലിൽ ഇനിയൊരു തിരടന് സ്ഥാനമില്ല. അതിന് പറ്റിയ പണി ഞാൻ ഇന്നിറക്കി. പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. ദേ അവനിനി എന്നെ കണ്ടാ വിറയ്ക്കും. വിറയ്ക്കോ വിറപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ ഇനി പോലീസ് വേഷം കെട്ടാനേ എന്നെ കിട്ടത്തില്ല. നീ ഓടാ എഴുന്നേറ്റ്. പോലീസും പട്ടോളും ഈ ശോകരാജിന് ഗ്രാസാടാ. നീ ഒരു സൂര്യ വിടുതാ. അളവിൽ കുറച്ചാ കൊന്നുകളിൽ നിന്ന്. ഇനി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. നോക്ക്. ആ തെണ്ടിയെ വഴിയിലെങ്ങാനും കണ്ടാ പിടിച്ച് 2 പൊത്തു കൊത്തണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തനിനിറം എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്റെ ഒരു ചെറുവിരൽ പോലും ഇല്ലാത്ത അശു. എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. എന്നാൽ ആ രക്തം ഞാൻ ഇന്ന് പുറത്തൊഴുക്കും ചേട്ടാ. അടയ്ക്കാതെ ഒഴുക്കനിയാ. പിച്ചക്കാരാ, ഞാനാണ് പാലാ പൗലോസ്. ഈ ലോകത്ത് മലയാളിമാര് മാത്രം പോരാ, പിച്ചക്കാരൻ വേണം. ഈ പാലാ പൗലോസ് പിച്ചക്കാരൻ എൻകറേജ് ചെയ്യുന്നവനാണ്. താങ്കളുടെ പോയി ചിക്കൻ 65 സ്കോച്ച് വിസ്കിയും കഴുകി. പൗലോസ് ഇനിയും തരും, എത്ര വേണമെങ്കിലും പോയിക്കോ. തലയ്ക്കും മീതെ ശൂന്യാകാശം,
താഴെ മരുഭൂമി. ആരാ ഭൂമിയിലൊന്ന് വീണത്? മനുഷ്യപുത്രനാണ്. അനിയൻ രാവിലെ ഫിറ്റാ? സാറ് മലയാളിയാ? അല്ലടാ, കൊലയാളി കൊലയാളി. എന്നെ കൊല്ലല്ലേ? നീ എന്തിനാ രാവിലെ ഫിറ്റാ എന്നാ ചോദിച്ചത്? ഞാൻ ഫിറ്റ് അല്ല സാർ, ഗൈഡാ. ഗൈഡാ? നീ വളഞ്ഞു തിരിഞ്ഞ കാലം വെച്ച് നീ എന്ത് ഗൈഡുക? എന്താ സാർ? അല്ല, നീ ഈ വടി എങ്ങനെ ഇതിനകത്ത് കുത്തിക്കയറ്റി? അതൊരു കഥയാണ്. ഈ വടി കയറ്റിയതാ? വടി കയറ്റിയതല്ല, പിന്നെ എന്റെ ജീവിതം. അമ്മയും ഞാനും 4 സഹോദരിമാരും അടങ്ങുന്ന ഒരു ഒറ്റയാൻ കുടുംബമാണ് ഞങ്ങളുടേത്. സാറ് പോയാ? വേണ്ട ഇവിടെ. സാറിനറിയോ, എന്റെ കുടുംബത്തിന്റെ തൂണ് ഞാനാണ്. അപ്പൊ നിന്റെ വീടിന് വേറെ തൂണൊന്നുമില്ലേ? അതല്ല, ആശ്രയം. ഒരു എഫിഷ്യന്റ് ഗൈഡായിരുന്ന ഞാൻ ചെക്കോസ്ലോവാക്കിന്ന് വന്ന ഒരു സാഹിബിനെ സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ട് അയാൾ സൂയിസൈഡ് ചെയ്തോ? ചെയ്തില്ല സാർ. കൊക്കയിലേക്ക് കാല് തെറ്റി വീണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാനും കൊക്കയിലേക്ക് എടുത്ത് ചാടി. എന്റെ കയ്യിൽ നിന്ന് പോയനെ. എന്റെ അമ്മയുടെ ഭാഗ്യം, ഒരു ജപ്പാൻ ഓർക്കിഡ് മരത്തിൽ എനിക്ക് പിടുത്തം കിട്ടി. പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ എന്റെ കാല് തളർന്നു പോയി സാർ. ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയി സാർ. അതെ സാർ, ഇന്ന് എന്റെ കുടുംബം പട്ടിണിയാണ് സാർ. ഞാൻ സാറിനോട് ഗൈഡായിട്ട് വരാം. എനിക്കൊരു 100 രൂപ തന്നാ മതി. ഇല്ല, ഞാൻ നിനക്ക് പൈസ തരില്ല. തരില്ലേ സാർ? എന്റെ കുടുംബത്തെ രക്ഷിക്കില്ലേ സാർ? ഇല്ല, ഒരു 100 രൂപ കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടില്ലടാ. നിന്റെ കാല് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. ഇന്ന് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട. എന്റെ കാല് ചികിത്സിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. അതാരാടാ? ഡോക്ടർ രാമമൂർത്തി, ന്യൂറോ സർജൻ. ഭയങ്കര തിരക്കുള്ള ഡോക്ടറാ. രാവിലെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പോവും, വൈകിട്ട് തിരിച്ചു വരും. ഇടക്കിറങ്ങൂലേ? ഉച്ചയ്ക്കുണ്ടായാൽ രണ്ടെല്ലാം ഇറങ്ങും. അയാളുടെ കൺസൾട്ടിംഗ് ഫീസ് 25,000 രൂപയാണ്. അത്രയും തുക സ്വപ്നം കാണാൻ കൂടി എനിക്ക് കഴിയില്ല സാർ. ഞാൻ സാറിന് സ്ഥലമൊക്കെ കാണിക്കാം. എനിക്ക് 100 രൂപ തന്നാ മതി സാർ. 25,000 രൂപ പൗലോസിന് പിള്ളേരാ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? വംശനാശം വരാൻ സാറ് സിംഹാലം കുറഞ്ഞാ? അല്ല, സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. നീ നാളെ ഹോട്ടൽ ഹിൽവിലേക്ക് വാ. നിനക്ക് കാശ് ഞാൻ തരും. താങ്ക് യു സാർ. പൗലോസ് സാർ. ഓ സാർ. 25,000 രൂപ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാനോടാ. എനിത്തിങ് എൽസ് സാർ? എൽസിയാ? അല്ല സാർ, എന്തെങ്കിലും വേണോന്ന്. നീ ആരടാ? ഞാൻ പ്രഭു. അപ്പൊ ഞാൻ എന്താ പിച്ചക്കാരനാ? ഐ ആം ബിയർ പൗലോസ് ഫ്രം പാല. അണ്ടർസ്റ്റാൻഡ്? 5 ബോട്ടിൽ ബിയർ കൊണ്ടോ? പാഴ്സലാണോ സാർ? ആ, പാർസൽ അമേരിക്കയിലേക്ക് പോയ ബിയർ കൊണ്ടോടാ. ബേറെ? യെസ് സർ. യെസ്, ഡോക്ടർ രാമമൂർത്തി ഹിയർ. യാ, ന്യൂറോ സർജൻ. മാനു സ്പീക്കിംഗ്. താൻ പേടിക്കണ്ട, അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത കേസാ. ഡോണ്ട് വറി. അതെ, L1 and L2 ബോണിന്റെ ഇടയിൽ നിന്ന് D1 and D2 ബോണിന്റെ ഇടയിലേക്ക് ഒരു സെന്റിമെന്റൽ നേർവ് കയറി. അത് ബ്ലഡിന്റെ പ്രഷറൈസേഷൻ കൊണ്ട് അല്പം ഞണങ്ങി പോയതാ. പേഷ്യന്റിന്റെ ഹാർട്ടിന് NH വഴി ബൈപ്പാസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. പോളിത്തീൻ ട്യൂബ് ആയാലും മതി. ബൈപ്പാസ് സർജറി. എക്സ്ക്യൂസ് മീ, എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ പേര്? ഐ ആം ഡോക്ടർ രാമമൂർത്തി, MBBS, FRCS, FROG, ലണ്ടൻ. അല്ല, പേഷ്യന്റിന്റെ വലത് കാല് മുറിച്ച് ഇടത് കാല് ഫിറ്റ്. ഓ, വലത് കാല് മരക്കാലാണല്ലേ. അതും ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത കേസാണ്. എക്സ്ക്യൂസ് മീ, ഡു നോട്ട് ഡിസ്റ്റർബ്. ഡോക്ടർ ഫെർണാണ്ടസ്, ഒരു കാര്യം ചെയ്യൂ. രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ട് വരാം. കത്തിയും കൂടെ റെഡിയാക്കി വെക്കൂ. Don't call me again. You know, medical science is not general science. It is sciences with all senseless, but sense is not the organ of everything, okay? തനിക്ക് എന്താ വേണ്ടത്? You see, I am a busy man. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. Coming from America, going to America. But India is my country. കറക്റ്റ്. എനിക്കൊരു ഉപകാരം ചെയ്യണം. Come again another day. Yesterday, today, tomorrow. അതെ, അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം. പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. I have no time. ഇപ്പൊ തന്നെ പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻസ് പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബിയറടിച്ച് കളയുന്ന കാശേ ഉള്ളൂ. അതേടാ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നുപോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അത് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഡോക്ടർ സഹായിക്കണം. അവനൊരു പാവമാ. അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മാൻജൈറ്റിസ് എന്നൊരു മെനഞ്ചൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. എന്ത് ചെയ്യും? എന്റെ മാനം നിലനിർത്താനെങ്കിലും അവരെ രക്ഷിക്കണം. ഞാൻ വാക്ക് കൊടുത്തു പോയി.
ഞാനൊരു പാവം കോടീശ്വരനാണ് ഡോക്ടർ. കരയരുത്. ഓക്കെ ഓക്കെ. ഒരാളിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവനാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ 113. നല്ല ഓടാണല്ലോ. ഇതെടുത്താൽ ചിലപ്പോ ഓടേണ്ടി വരും. വരുമ്പോ എടുക്കാം. ഇത് തന്നെ. അത് താരം കാണാനില്ല. ഹലോ മൈ ഡിയർ പോർ ബോയ്. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസ് ഇല്ല. വേണ്ടെന്ന്. ഇതെന്താ വാതിൽ ചെറുതായ? ഞാൻ ഇങ്ങോട്ട് കൂളായിട്ട് വന്നാണല്ലോ. നിന്റെ ഒരു കാലും കോലും ഇരിക്കടാ ബോയ്. താങ്ക് യു സർ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചാൽക്കോ. ചാൽക്കോയാ? അതെന്നെ പേരാടാ? അതല്ല, ചാൽക്കോ അല്ല, ചാക്കോ. ചാക്കോ സഞ്ജയോ അതെന്തോ ആട്ടെ. ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ല സാർ. ഒരു പരിചയമില്ലാത്ത എനിക്ക് സാറ് 25,000 രൂപ തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാല് ശരിയാക്കും. എനിക്ക് ഇത് കൂടുതൽ ബാക്കി എന്താ സാർ? അതല്ലടോ, ഞാൻ അയാളെ കണ്ടു. ആരെ? ഡോക്ടർ രാമമൂർത്തിയെ. അതാരെ? താൻ ഇന്നലെ പറഞ്ഞ ന്യൂറോ സർജനില്ലേ? അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? നീ പറഞ്ഞതുപോലെ പ്രഗത്ഭൻ, മിടുക്കൻ. വെറുതെ അല്ല, സത്യം. നിന്നെ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് അയാളുടെ കാല് പിടിക്കേണ്ടി വന്നു. വേണ്ടായിരുന്നു. നോ നോ, ഐ നീഡ് സാറ്റിസ്ഫാക്ഷൻ. He's in 113. 113? Come on, yeah. Oh, yeah. 113. Yes, come in. ഇവന്റെ 2 കാലും വെട്ടി മാറ്റി ഞാൻ മരക്കാലാക്കും. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ. I see. ഇവന്റെ കാല് കിടക്കണ കിടപ്പ് കണ്ട ഡോക്ടർ. ഇതൊന്ന് ശരിയാക്കി ഇവനെ നടക്കാൻ പാകത്തിലാക്കണം. എവന്റെ അല്ല, ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവനെങ്ങനെ നടക്കും? Hey, don't play jokes. എനിക്ക് ഇയാളെ ചികിത്സിക്കാനുള്ള മൂഡ് വരുന്നതേ ഉള്ളൂ. പ്ലീസ് കം ടു ദ മൂഡ് ഔട്ട്. എന്തായാലും ഇവന്റെ കാല് ശരിയാക്കണം. അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാക്കാം. കേറിയിരിക്കേ. എടോ, ഇങ്ങോട്ട് കയറിയിരിക്കാൻ. തന്നെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ? ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. കേറിയിരിക്കണോ? എന്റെ കാലിന് അത്ര കോപ്പേ. എന്താ പറഞ്ഞേ? സ്റ്റെതസ്കോപ്പ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ചികിത്സിക്കാനുള്ള മൂഡിലേക്ക് ഞാൻ വന്നതാ. ഒരു പ്രഷർ വേദന. കിടക്ക്. കിടന്നു. കത്തുന്നുണ്ട്. ഓർക്കട്ടെ.
എന്റെ കാലുമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. എന്നെ ഡോക്ടർ രാമൂർത്തി ചികിത്സിക്കണു. സാർ എനിക്ക് 20,000 രൂപ തരുന്നു. പക്ഷെ ദേ ഈ ഡോക്ടർ വിചാരിച്ച എന്റെ കാല് ശരിയാവും തോന്നണില്ല. ശരിയാക്കി തരാവടാ. അമ്മേ, ശരിയാക്കി തരണേ. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? എന്നാ ഇതുകൊണ്ടൊന്നും നോക്കാം. അവന്റെ കാല് ശരിയായി. പണമിട് 20,000 രൂപ. ഞാൻ കാശ് എടുത്തിട്ട് പോയി എടുത്തോണ്ട് വാ. എടാ പാട്ടി, നോ, ഐ എം ഡോക്ടർ രാമമൂർത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കാല് ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന. അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതാ. പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കൊടൈക്കനാലിൽ വെച്ച് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ടും തികച്ചും അപ്രതീക്ഷിതമാണ് സാർ. എവിടെ മുങ്ങിയാലും നിന്നെ പൊക്കുവെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. ഡോക്ടർ രാമമൂർത്തി, ഐ ആം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഹെൻറി. കൺട്രി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ നീ കള്ളന് കഞ്ഞി വെച്ചവനാണ്. പൗലോച്ചന്റെ മുന്നിൽ നീ കാല് തളർന്നവനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ആ കാറിനകത്തുണ്ടായിരുന്നു. എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്തിനാ സാർ വെയിറ്റ് ചെയ്തത്? സാർ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ ചികിത്സ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിന്നെ വേദന അനുഭവിക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ എം എ സാഡിസ്റ്റ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് പ്രൈവറ്റ് തീഫ് എന്നാണ്. അതിന് ഉത്തരവാദി നീയാണ്. പ്രൈവറ്റ് ഡോങ്കി എന്ന് വിളിക്കുന്നതാണ് ഏറെ ഭംഗി. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഡോക്ടർ സാറിന് 25,000 രൂപ വേണ്ടേ? വേണ്ടേ ഡോക്ടർ? എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. 25,000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. പൂർ ബോയ്ക്കോ? എനിക്ക് അങ്ങോട്ട് തരാനില്ല, വെറുതെ വിട്ടാ മതിയായിരുന്നു. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. താങ്ക് യു. എന്റെ ദൈവമേ, പാലായിലും ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 25,000 രൂപ പോയിട്ട് 25 പൈസ പോലും ഈ നക്കേട് തരില്ലേ. 25,000 അല്ല, അതിന്റെ 10 ഇരട്ടി തരാം. എന്നാ തന്നാട്ടെ, ഞാൻ പൊക്കോളാം. പക്ഷെ ജോലി ചെയ്യണം. എന്തോന്ന് ജ്വാലി? പറയാ, ഇവിടെ സെന്റ് തെരേസസ് കോൺവെന്റ് എന്നൊരു സ്ഥാപനമുണ്ട്, അറിയാമോ? അറിയാം. അവിടെ അന്ന എന്നു പേരുള്ള ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. അറിയാം, നല്ല വെളുത്ത സുന്ദരി കുട്ടി. അറിയാണോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഞാനിന്ന് പെട്ടിയടിച്ച് മാറ്റിയ പെണ്ണ. അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ബന്ധപ്പെടണം. പെണ്ണുമായിട്ടോ? പൗലോച്ചിന്റെ മകൾ അമ്മയാകാൻ പോകും. അയ്യോ, സത്യമായിട്ട് അതെന്റെ കുഴപ്പം കൊണ്ടല്ല. അവൾ മണവാട്ടിയാകാൻ പോകും. കുഴപ്പം വല്ലതും സംഭവിച്ചു പോയെങ്കിൽ വേഗം മണവാട്ടി ആക്കണം. പിന്നെ പ്രശ്നമില്ലല്ലോ. താങ്ങരുത്. അവളെ മണവാട്ടിയാക്കാനോ? ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒരേ ഒരു മോളെ ഉള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? കോടീശ്വരനായ ഈ പൗലോച്ചിന്റെ ഏക മകൾ അന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പോകുന്നു. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. തെൻട്രി അല്ല എൻട്രി. അവൾ കന്യാസ്ത്രീയാകാൻ പോകുന്നു. എന്റെ കുടുംബം അനന്തരാവകാശികളില്ലാതെ അസ്തമിക്കാൻ പോവുകയാണ്. നൊമ്പരപ്പെടുന്ന ഒരു കോടീശ്വരനാണ് മക്കളെ ഞാൻ. എന്നെ നിങ്ങൾ രക്ഷിക്കണം. അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും അന്ന പിന്മാറുന്നില്ല. ഇനി എന്റെ ഐഡിയയിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സെക്സ് വഴി അവളെ വളയ്ക്കുക. അവളെ അനുരാഗ വിവശയാക്കി സമനില തെറ്റിക്കണം. എനിക്ക് കർത്താവിന്റെ മണവാട്ടി ആകണ്ടേ, എനിക്ക് ഭർത്താവിന്റെ മണവാട്ടി ആയാ മതിയേ എന്ന് അവളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം. അതേ ഉള്ളൊരു വഴി. അതിലിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളല്ല, ഇവൻ ഉദ്ദേശിച്ചാൽ ഇത് നടക്കുമെന്ന് ഉറപ്പാ. അത്രയ്ക്ക് തരികിടയവൻ. അപ്പൊ തരികിടക്കാരെ കൊണ്ടാണോ അച്ചായ മോളെ പ്രേമിപ്പിക്കാൻ പോണത്? ഇതിലും നല്ലത് ഉതളങ്ങാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടെ അച്ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. ഇതൊരു അഭിനയമാണ്. അഭിനയം കാര്യമായാൽ ആരായാലും മരണം നിശ്ചയമാണ്. ചാൾസ് എന്ത് പറയുന്നു? ഞാനൊന്നുമില്ല. മടത്ത് ചേരാൻ വന്ന പെണ്ണിനെ വളച്ച് പുറത്തടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ പാപമാണ്. അല്ലെങ്കിൽ നീ അങ്ങ് തുറക്കത്തി പോകാൻ പോവാ. എത്ര ലക്ഷം രൂപ തരും? ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എത്ര ലക്ഷം വേണം? 2 ലക്ഷം. അല്ല, 3 ലക്ഷം. എന്റെ പൊന്ന് ചാൾസേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ സമ്മതിക്കേ, നമുക്കൊന്ന് ഫൈറ്റ് നോക്കാവിടാ. ചാൾസേ, നീ വിചാരിച്ച മാത്രമേ ഇത് നടക്കൂ. ഇവൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് അവൾ അറിയരുത്. കാരണം എന്റെ മോളെ നിന്നെ പോലെ ഒരു തെണ്ടി വളക്കുന്നത് കാണാനുള്ള കരുത്തിരിക്കില്ല. ഞാനിവിടെ സ്മോളെ കടിച്ചുള്ള മുറി കാണും. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. കാറോ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ തരാം. പക്ഷേ പെണ്ണ് വളഞ്ഞിരിക്കണം. ഇപ്പൊ നേരെയാണ് ഇരിക്കുന്നത്. അല്ലടോ, പ്രേമിച്ച് വളയ്ക്കണമെന്ന്. പക്ഷേ ഒടിക്കരുത്. ഇല്ല. ഹെൻറി, മോളുടെ അഡ്രസ് കൊടുക്കും. വേണ്ട വേണ്ട, അഡ്രസ്സൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ. അന്ന, ഫസ്റ്റ് BA, സെന്റ് തെരേസസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അതല്ലേ?
എടാ നീ പിടിക്കലാണല്ലോ ഒരു ടോക്കൺ കൊടുത്തേ അതല്ലെന്ന് കുറച്ച് രൂപ കൊടുത്തേ അഡ്വാൻസ്. താങ്ക് യു അപ്പച്ചാ. കാശ് എന്നാ ഏത് തെണ്ടിയും കയറി അപ്പച്ചാന്ന് വിളിക്കോടാ. പത്തി കഴിവുള്ള ഐൻസ്റ്റീൻ റേഡിയോ കണ്ടുപിടിച്ചത് ആര്? തറയോ? അത് ശരി, തറയാൻ പറയാ. റേഡിയോ കണ്ടുപിടിച്ചത് തറ. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ്. അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ. അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ. നാരായണത്തെ അച്ഛനാരാ? ശേഖരപിള്ള. അയ്യോ അതെന്റെ അച്ഛനല്ലേ? മോളെ അങ്ങനെ ഇന്ന ആളെന്നൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു പ്രാന്തനായാ മതി. നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അങ്കിളിനെ ടെൻഷൻ അടിപ്പിക്കില്ലേ? നിനക്കൊക്കെ തോറ്റ് പഠിക്കാൻ ഇനി സമയമുണ്ടല്ലോ. അങ്കിളിന് ഇത് ലാസ്റ്റ് ചാൻസാ. ഇതും കൂടി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ചെല്ലമോള് പോയിരുന്നു പഠിക്കേ. ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത് എന്ത്? പന നിന്റെ അപ്പനാടാ കണ്ടുപിടിച്ചേ. മിണ്ടായിടാ. അച്ഛനെ വിളിച്ചത് പറയരുതട്ടാ. ഉണ്ടമരി വാങ്ങിച്ചേരാട്ടാ. നീ ഇനി പഠിക്കണ്ടടാ. നിന്റെ റിസൾട്ട് വന്ന് നീ ജയിച്ചു. അല്ല, ഇതിനിടയിൽ ഞാൻ എപ്പ പരീക്ഷ എഴുതി? ഈ പരീക്ഷ അല്ല, നീ അച്ഛനാവാൻ വേണ്ടി എഴുതിയ പരീക്ഷ. അത് ജയിച്ചു. രാധാമണി ഗർഭിണിയായി. കൺഗ്രാറ്റുലേഷൻസ് ശേഖരപിള്ളേ, കൺഗ്രാറ്റുലേഷൻസ്. എനിക്കൊന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്. എന്ത് വയറ്? 10-25 കൊല്ലം മുമ്പ് പണിത വീടാ. ചുവര് മൊത്തം പൊളിച്ച് വയറ് കാണുമെന്ന് പറഞ്ഞാൽ നടക്കണ ആരുമല്ല. ഏത് വയറ്? ഇലക്ട്രിക് വയറല്ലേ? ഇലക്ട്രിക് വയറല്ല, ഈ വയറ്. ഇത് ഈസി അല്ലേ? എങ്ങനെയുണ്ട്? ഭാര്യയുടെ വയറ്. വൃത്തികെട്ടവനെ വെച്ചോളമ്പി തരുന്നവളുടെ വയറ് തന്നെ നിനക്ക് കാണുമല്ലടാ. ആ സ്പൂൺ നോക്കടാ. അപ്പൊ ഇറങ്ങി നിൽക്ക് വെച്ച്. ഇവന് നിന്റെ വയറ് ഒന്നുമില്ല ചേച്ചി. ഞാൻ എന്റെ ഭാര്യയുടെ വയറ് കാണുന്നു പറഞ്ഞതാ. ആഹാ, ഞാൻ എന്തൊരു മണ്ടൻ. അതിന് പിള്ളേരെ കൂടെ അറിയിക്കും. കടിഞ്ഞൂൽ പ്രസവല്ലേ, കാണാൻ കൊതിയുണ്ടാവും. അങ്ങനൊരു ചടങ്ങുണ്ടെന്നേ. എന്തെങ്കിലും ഒരു വഴി പറ പിള്ളേച്ച. നിനക്ക് വയറ് കാണണം. വഴിയുണ്ട്. ഒന്നങ്ങട് മാറി പുള്ളേ. മോളെ, ഉമ്മാക്ക് കാല് പാടില്ല. ഒന്നങ്ങട് മാറ്. അങ്ങോട്ട് ഇരിക്കട്ടെ. പക്കല പഠിച്ചോനെ. ഞാൻ തൊട്ടു, ക്ഷമിക്കണേ. അച്ഛനാടാ, സുഖാണോ? എന്താ വരാട്ടാ. എന്തേ കാണിക്കണേ? നിലത്ത് വീണത് എടുത്തതാ മോളെ. പേഴ്സാ. കുട്ടിയുടെ വയറ് എന്നാത്തിനാ വീർത്തിരിക്കുന്നത്? ഗർഭിണിയാ? അത് ഭക്ഷണം കഴിച്ചിട്ടാ. നോണ പറയണ്ട. ഗർഭിണിയാ. ഒന്ന് കൈമാ. ഞാൻ ഉമ്മയാണെന്ന് പറഞ്ഞതാ. അല്ലാ, മോക്ക് ജനിക്കാൻ പോകുന്ന മോൻ ആൺകുട്ടിയായിരിക്കും. മോൻ ആൺകുട്ടിയോ? എന്തായാലും പുള്ളയുടെ മോൻ അച്ഛനെ പോലെ ഇരിക്കും. സ്വഭാവ അച്ഛന്റെ പോലെ ആവാതിരുന്നാ മതി. അവിടെ എവിടെയെങ്കിലും കാണുന്നേ. നിങ്ങൾ എവിടെയാ വെച്ചേ? വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. ഒന്ന് ഇറങ്ങിക്കോട്ടെ, അങ്ങോട്ട് മാറി. ആരും ഇറങ്ങരുത്, ഞാൻ പോലീസിനെ വിളിച്ചോണ്ട് വരാം. എനിക്ക് പോട്ട് തീർന്നിട്ട് പുള്ള. ഞങ്ങൾക്കുണ്ട്. എടാ പുള്ള, എന്റെ കയ്യിലുള്ള പേഴ്സ് കൊടുക്കടാ. നമുക്കോട്ട് പോവാ. ആരെങ്കിലും പേഴ്സ് തന്നെ മടക്കി കൊടുക്കണം. പട്ടികളെ ഈ സമയത്ത് മനുഷ്യനെ കൊല്ലാനായിട്ട്. വളവായിരുന്നു നോക്കിക്കോളെ. അയ്യോ പോലീസ്, ഈ സമയത്ത് പരീക്ഷ വേണോ പഠിച്ചോനെ? ബാഗിങ് കാണിച്ചേ. നോക്കട്ടെ. അടുത്താള് കയറി വാ. മോളുകൾ കയറിയൊന്നും എനിക്ക് പോട്ട് ധൃതിയൊന്നുമില്ല. അമ്മച്ചും കയറിയൊന്നും എനിക്ക് പോട്ട് ധൃതിയേ. പറഞ്ഞിട്ടുള്ള എങ്ങോട്ടാ പോണേ? ഓ, ഞാൻ തന്നെ അവിടെ നിന്നോളാം പുള്ളേ. എന്റെ കൃഷ്ണ, അല്ല പഠിച്ചോനെ. അടുത്താള് കയറി പോ. ഇങ്ങോട്ട് നീങ്ങിക്കടി. പിടിക്കരുത്. എന്താടി പിടിച്ചാല്? പേടിക്കോ? പറഞ്ഞങ്ങോട്ട് പൊക്കടി. അയ്യോ, ഞാൻ പെണ്ണുങ്ങളുടെ മുമ്പിൽ പൊക്കാറില്ല. പിന്നെ ആരുടെ മുമ്പിലടി? പേഴ്സൽ ഞാനല്ല, ഒരു പേഴ്സൽ കാര്യം പറയാമെന്നാ. മോളെ വയറ് നോക്കിക്കോണേ. അയ്യോ സുന്ദരേശൻ. അതെ, ഇനി ഇതിന് ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കൂ. എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാമെന്ന് പറയരുത്.
എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രദേശത്തിന്റെ മോളിൽ താമസിക്കും ഒരാഴ്ചയായിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ, സുന്ദരൻ. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കിടേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവർ 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് ഇയാളെ നാട്ടിലേക്ക് തള്ളു, ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? എന്റെ അവറാ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അത് തുടരുത്, എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നും ഇല്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കണം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്തൊന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും സുന്ദര വിട. അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കെട്ടിയതാ. എടുത്തോ. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇതെടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തിട്ട് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ, എടുത്ത് മാറ്റടാ ഇയാടാ. അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നിന്റെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് തന്നെ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ? അവനെവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് എന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്തേ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, കിടന്ന് അത് മിസ്സായി. നിക്കാനേ പറഞ്ഞു. സിഗല്ലായി. പോയി. വണ്ടി എടുക്കണോ? ഇങ്ങോട്ട് എടുക്കണോ? ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ? എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ഊട്ടറില കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര, വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താ തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുതെന്ന്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റണം തെണ്ടി. ഇനി മാറി കാലെ കൊണ്ടതാ. കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത്
എന്താണ് എലി എലി എലിയല്ലടാ ഇത് പുലിയ. ഓടരുത് നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്ത. എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ? ജാം. ജാമോ? അതും ആവും തിന്നു. ആ ജാമല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി ഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി വണ്ടി മാറ്റണം. കിട്ടി സാർ, കിട്ടി. ആരുടെ ഇതാണ് സുന്ദരൻ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കണം. അയ്യോ, ആരുടെ പുറകിൽ നിന്ന് അടിച്ചത്? ആരടാ? അയ്യോ, ഓ, നീയാണല്ലേ? എന്താടാ ഇത്? അയ്യോ, കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താടാ വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വാതില്. അയ്യോ, വണ്ടി എടുക്കണ. ഒന്ന് മാറണം. എന്താടാ? വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ, വേഗം ചെല്ലടാ. സാറേ അവൻ പറ്റിക്കും. തള്ളൂല, ഒന്ന് പോയി നോക്കൂ. സാറേ ഒന്ന് കൈവെക്കാം. പിന്നെന്താ? മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമെന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളട മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. നിന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാനും വേണി പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി, പിന്നെ നിർത്തിയ എടുത്തോണ്ട് പോടാ. ഞാൻ കേറിയില്ലടാ. അയ്യോ, ഒന്നെലുങ്കി പോയി. ഉണ്ണിയടാ, വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചു തരാടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട. താങ്ക് യു, താങ്ക് യു. ബൈ. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം, വെൽക്കം, വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പറിയില്ല, സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ, അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഞാൻ വാ വാ. അയ്യോ, മോളിലേക്ക് പോവല്ലേ. തല പുറത്ത് കാണിക്കട്ടോ. ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല, ഒന്നുമില്ല മച്ചി. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട അവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ. ഒന്നുമില്ല, ടൈം പാസ്. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ. ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു.
നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? കൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീൻ പിടിച്ചിരുന്നത്? തയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കൂട്ടി 310 രൂപ. ആ മരുന്ന് വന്നു. പിന്നെ 60 രൂപ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്, അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ, എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷായി പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിൽക്ക്. എടാ 500 വേണ്ടി ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. നോക്ക്. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യേ. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാട്ടിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വെച്ച് ഞാനും അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ. എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിൽക്കുന്നു. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടാ. സ്റ്റിച്ച് പൊട്ടി. പോ. ശരിക്കും ഞാൻ കണ്ടുന്നേ. സ്വപ്നം വിചാരിക്കാൻ തന്നെ പറ്റുന്നില്ല. എനിക്കാളെ ഇഷ്ടമായില്ല. ഒരു ബഫൂൺ. സ്വരം അതുപോലെ തന്നെയാ. കള്ളത്തൊണ്ടിയാ. ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം. ഗാനഗന്ധർവൻ. കുട്ടിക്ക് അസൂയ. എനിക്കെന്തിനാ അസൂയ? ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക്? അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി അമ്മ പറയണത്. വഷളായനെ. തള്ളയുടെ മോളാണ്. കുശുമ്പും കുന്നായ്മയും വലിയ സംഗീതക്കാര്. ഇതുവരെ കഴിഞ്ഞല്ലേടി? എത്ര നേരമായി? മെഷീനൊന്നല്ല എടി. അവിടെ ആചാര്യമാര് വന്നിരിക്കണം. 3 പേര് വന്നിട്ടുണ്ട്. ഇനി 2 പേര് കൂടി വരുമത്രേ. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? തല കുത്തിക്കണോ? തല കുത്തി നിൽക്കൊന്നും വേണ്ട. നീ അങ്ങോട്ട് വേഗം വന്നാ മതി. ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം. കെട്ടിയാൻ വരണമെന്ന് അറിഞ്ഞപ്പോ മുതൽ നിലത്തൊന്നുമല്ല സാധനം. സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും. എന്താ ഒരു വെയില്. ഉരുകും. ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകട്ടെ. ആചാര്യമാര് എത്ര പേരുണ്ട്? ഞാൻ നോക്കിയില്ല.
നിന്റെ പിണക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പെണ്ണേ, മോളെ. എന്താ? ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുള്ളായെങ്കിൽ ഇത്തിരി തരാൻ പറ. ഭയങ്കര പരവേശം. ഓ, പണിക്കാരി അത് കെട്ടിയുള്ള പണിക്കാരി. അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞോളം എടുത്ത് കൊടുക്കണ്ട. അയാൾക്ക് കാറും കലക്കി കൊടുക്കും ഞാൻ. ദേ, വേണ്ടാത്തൊന്നും കാട്ടണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ 18 അടവും പയറ്റിയിട്ടാ ഒന്ന് വന്നു കിട്ടിയത്. ചതിക്കരുത്. കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ, എന്താടി? എന്താ കാരം കലക്കി കൊടുത്തോ നീ? ഇതൊക്കെ വട്ട് പിടിച്ചോ നിനക്ക്? രാധേ, എടി നീ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവനോ? മനസ്സിലാവണ പോലെ പറ. നോക്ക്, എനിക്ക് വയ്യന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടികിട്ടി. കക്കൂഷി പോണോ? എടാ, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. അല്ല, അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ, കാശ് വാങ്ങും. പണി ഞങ്ങൾക്ക് സൗകര്യക്കുമ്പോഴാ. എന്തേ, നീ അന്ന് പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ, നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ശശി, 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 എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവിടെ ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മാറിയിട്ട് പാടില്ല, ഒരു ഓക്സിജൻ മാസ്ക് വെറ്റിയണം. ദൈവമേ, മടിച്ചൊന്നും വീഴല്ലേ. ഓ, കടിച്ചിട്ടും പാടില്ല, വൃത്തിയായിട്ട് കുളിക്കാണ്ട് കയറി നിരുന്നോ. Welcome. Hey, look at the furniture, baby. Hi. Hey, rabbit. ഓ, എന്തെല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ? കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു. ഏതാ കൂടെയുള്ള ഐശ്വര്യ റായ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ, അല്ലെങ്കിൽ എന്റെ കൂടെ പോവോ? സ്റ്റെപ്പ് ഇൻ ഡാർലിംഗ്. താങ്ക് യു. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണൂർന്നില്ല, പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്. അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരുന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞാറച്ചന്റെ കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ച് കൊടുത്തുട്ട കഴിവ് റമോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് ഞാൻ 100. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. നീ പറ. ആരോ ചില്ലോട് കൊടുന്ന് വെച്ചാ നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്.
100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാൻ ഡിയർ. ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യാ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണ് റൂബർ ഉണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനോടുത്ത പണിക്കാരനല്ലേ, എന്നിട്ട് കുറ്റം പറയണേ? മുഖംമൂടി ഇട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുവാനിയാണ്. ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും. ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. Look darling, I'm giving him $100. Oh, so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ടി ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടനയുണ്ടാകുന്നു. അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വലിയ സംയുക്തങ്ങളെ ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഏട്ടന് മനസ്സിലായോ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അതെ, നമുക്കിനി ഫിസിക്സ് പഠിക്കാം. ഈ കെമിസ്ട്രി ഭയങ്കര ബോറാ. അപ്പൊ കെമിസ്ട്രി പാസ്സാവണ്ടേ? അത് കറണ്ട് വന്നിട്ട് മതി. വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ടാ എന്റെ തലയിലൊന്നും കയറാത്തത്. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ. അപ്പൊ ബയോളജിയും തലയിൽ കയറിയിട്ടില്ല എന്നർത്ഥം. ആ, അതാണ് എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചുള്ള കുഴപ്പം. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവില്ലേ? ഒളിച്ചോടി പോയിട്ടില്ല കാട്ടുകന്ധർവൻ. എന്തെല്ലാം ഇരുട്ടിരിക്കണേ? ഈ മുട്ടിഞ്ഞ പവർ കട്ട് ഇനി തീർന്നില്ലേ? ഏട്ടാ, ഈ ഫിലാഡൽഫിയയിൽ പവർ കട്ട് ഉണ്ടോ? ഫിലാഡൽഫിയയിൽ പവർ കട്ടില്ല. അവിടുന്ന് 1300 കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെയാണ് എപ്പോഴും പവർ കട്ട്. ആ, നീയപ്പോ വന്നു? ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. നിനക്ക് സുഖമല്ലേ അനിയാ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. എടാ സച്ചി, ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ടെന്താ നമുക്ക് മാത്രം ഇല്ലാത്ത? ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം. ഒരു 3-4 മാസത്തെ ബില്ലടച്ചില്ലേ അപ്പാമാര് ഫീസ് വരും. ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചില്ലേ അപ്പ ഫീസ് വരുന്ന്. നീ പറഞ്ഞില്ലടാ? അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നീ വല്ലാണ്ട് പെര നിറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിലിപ്പടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. അയ്യോ, എന്താടാ സച്ചി? ഇരുട്ടോണ്ട് ഞാൻ പല ഓട്ടകളടിക്കാൻ. ഇതാണ് ഏട്ടാ ഇരുട്ടടി എന്ന് പറഞ്ഞ? അല്ല മോളെ, അത് ലൈറ്റ് ഇട്ട് അടിക്കണ ഇരുട്ടടി എന്ന് പറയാ. നീ ആരാടോ? 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ടപ്പോ തന്നത്. 1, നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് ഉണ്ടാവണം. 2, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 4 തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം. മനസ്സിലായടാ? പതുക്കെ. ഗുഡ് നൈറ്റ് കേട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടാ. എന്താ പുരുഷേട്ടൻ പോയോന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ, എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിനത്തെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ, ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. 1 വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ?
സരസ് ഇതിന്റെയൊക്കെ വായിലിട്ട് 6 ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ടൊരിടത്ത് പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഇവിടെ സാമ്പാർ സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. രാമ, ഓ ചെറുക്കന്റെ അനിയനാ രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറേ, ഞാൻ വിളമ്പാം. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. സാറേ ഞാൻ വിളമ്പാം. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നുമില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ? എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണം കുറി കാണിക്കടാ. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള പന്നി.